ഓക്കെ. സോ നമുക്ക് ഈ വീഡിയോയിൽ മെറ്റ iOS 14 അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ. സോ ഇത് ലൈക്ക് നമ്മളിപ്പം എങ്ങനെയാണ് ആഡ്സ് ചെയ്യാൻ പഠിച്ചു, കസ്റ്റം ഓഡിയൻസ് സെഗ്മെൻറ്റ് ചെയ്യുക, പിന്നെ എന്ത് തരം ക്യാമ്പയിൻസ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, ലീഡ്സ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ചെയ്യാൻ എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു. പക്ഷേ ഈ മെറ്റയുടെ ബാക്ക് എൻഡിൽ കുറേ ഇങ്ങനെ അപ്ഡേറ്റ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അപ്ഡേറ്റ്സിനെ കുറിച്ച് നമ്മൾ ക്ലിയർ ആയിട്ടൊരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം, എന്താണ് സംഭവിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ ഈ പറഞ്ഞ ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ ആഡ് ക്രിയേറ്റ് കൊടുക്കുന്നു, കോപ്പി കൊടുക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു, എല്ലാം പക്കയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ ലീഡ്സ് കറക്റ്റായിട്ട് വരത്തില്ല, കൺവേർഷൻസ് കറക്റ്റായിട്ട് നടക്കില്ല. നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും, നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ക്യാമ്പയിനായിരിക്കും പെട്ടെന്ന് റീച്ച് പോകുന്നു, ഇംപ്രഷൻ പോകുന്നു, അല്ലെങ്കിൽ ലീഡ്സ് വരത്തില്ല. ചില ദിവസങ്ങളിൽ ലീഡ്സ് വരും, ചില ദിവസം ലീഡ്സ് വരത്തില്ല. അങ്ങനെ കുറേ ഇപ്പം നിങ്ങൾ ഇപ്പം വർക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും കുറേ ഇഷ്യൂസൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കുറച്ച് അപ്ഡേറ്റ്സ് നടക്കുന്നുണ്ട് മെറ്റയുടെ ബാക്ക് എൻഡിൽ. എൻ്റെ അൽഗോരിതം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ സിസ്റ്റം അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ അപ്ഡേറ്റ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ അപ്ഡേറ്റ്സ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലാക്കിയാൽ ക്ലയൻറ്റ് എന്തുകൊണ്ട് ലീഡ്സ് കുറയുന്നു എന്ന് ചോദിക്കുന്നതിന് മുന്നേ നമുക്ക് പറയാം, ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, സോ ലീഡ്സ് ഇങ്ങനെ കുറവായിരിക്കും, ഇതിനെ നമ്മൾ ടാക്കിൾ ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ വേറെ വഴികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് എന്ന് അവർക്കൊരു ഹെഡ്സപ്പ് കൊടുക്കാൻ പറ്റും. അവർ ചോദിച്ച് നമ്മൾ പറയുന്നേക്കാൾ നമ്മൾ തന്നെ ഓൾറെഡി പറയാം. അപ്പോൾ അത് നിങ്ങളിങ്ങനെ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ. അപ്പം അതിൽ ഭയങ്കരമായിട്ടൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്, ഒരു ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ മെറ്റ iOS അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ മെറ്റ iOS അപ്ഡേറ്റ് 14 അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുകൊണ്ട് എന്ത് പറ്റി നമ്മുടെ ആഡ്സിന്, എങ്ങനെയാണ് അത് നമ്മുടെ ആഡ്സിനൊക്കെ എഫക്റ്റ് ചെയ്തത് എന്നതിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാവാം. ഓക്കെ. അപ്പം അതാണ്, അതിനെക്കുറിച്ച് നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ. ഈ മെറ്റ iOS അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ അവരൊരു പുതിയൊരു ഫീച്ചറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ATT, ആപ്പ് ട്രാക്കിംഗ് ട്രാൻസ്പെറൻസി. ഇത് iOS 14 തൊട്ടാണേ. iOS 14 അതായത് നമ്മളിപ്പം നോർമലി ഇപ്പം നിങ്ങൾ പല വെബ്സൈറ്റ്സിൽ ഒക്കെ പോയി നോക്കും, ഷോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കും. എന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ ഈ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ വരുമ്പോൾ ആഡ്സ് കാണും. അറിയാം, റീമാർക്കറ്റിംഗ് ചെയ്യുന്നതാണ്. അപ്പം മെറ്റയ്ക്ക് അത് ട്രാക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ മറ്റേ വെബ്സൈറ്റ്സിൽ പിക്സൽ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഡേറ്റയൊക്കെ അത് കളക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ റീടാർഗറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ iOS, അതായത് ഐഫോൺ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ ഒരു യൂസറിൻ്റെ എന്തു പറയാം, ഡേറ്റയൊക്കെ ഇങ്ങനെ പോവാണ് എന്നുള്ളത് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, US ഇങ്ങനെ ലോ സൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അവർ ഈ iOS യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ്രോയിഡിനല്ല, iOS യൂസേഴ്സിനാണ്, ഐഫോണൊക്കെ യൂസ് ചെയ്യുന്ന യൂസേഴ്സിനാണ്. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ ഒരു ഓപ്ഷൻ കൂടെ കൊടുത്തു മെറ്റയ്ക്ക്, ഈ ഇൻസ്റ്റാഗ്രാമിനകത്ത് അല്ലെങ്കിൽ ഫേസ്ബുക്കിനകത്ത്, അലോ ദിസ് ആപ്പ് ടു ട്രാക്ക് ആക്ടിവിറ്റി എന്നുള്ളൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നോർമലി അതൊന്ന് ട്രാക്ക് ചെയ്ത് നമ്മളെ കാണിച്ചോളും. അപ്പോൾ പക്ഷേ നമുക്കറിയാമല്ലോ, നമുക്കെങ്ങനെ ആരെങ്കിലും നമ്മളത് ട്രാക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നോ എന്ന് തന്നെ കൊടുക്കും. അപ്പം ആ ഐഫോൺ യൂസേഴ്സിൽ കൂടുതൽ ആൾക്കാരും ഇങ്ങനെ നോ എന്നുള്ള ഇതായിരിക്കും കൊടുക്കുന്നത്. അതാണ് നിങ്ങളിപ്പോൾ അല്ലേ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ ആക്ടിവിറ്റി അക്രോസ് ആപ്സ്, നിങ്ങൾ വേറെ ആപ്സിൽ വിസിറ്റ് ചെയ്തായിരിക്കാം, നിങ്ങൾ വേറെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഐഫോൺ ഇങ്ങനെ ചോദിക്കും, ഈ ആപ്പ് കൊണ്ട് നിങ്ങൾ വേറെ വെബ്സൈറ്റിലോട്ട് പോകുന്നുണ്ട്, നിങ്ങൾ വേറെ ആപ്പിലോട്ടൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട്, ആക്ടിവിറ്റിയൊക്കെ ട്രാക്ക് ചെയ്തോട്ടെ എന്നുള്ള കാര്യം അത് ചോദിക്കും. പണ്ട് ഇങ്ങനെ ചോദിക്കത്തില്ല. ഇതാണ് മെയിനായിട്ട് ഈ അപ്ഡേറ്റ് വന്നത്. പണ്ട് ചോദിക്കത്തില്ല, ഈ അപ്ഡേറ്റിന് ശേഷം ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, പഴയതുപോലെ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ അത് ട്രാക്ക് ചെയ്യും, നമ്മൾ റീടാർഗറ്റൊക്കെ ചെയ്യും. പക്ഷേ നമുക്കറിയാമല്ലോ, മോസ്റ്റ് പീപ്പിൾ വന്നിട്ട് ഈ ട്രാക്കിങ് നോന്ന് കൊടുക്കും. നോന്ന് കൊടുത്തത് കൊണ്ട് തന്നെ ഇവർ ആ വെബ്സൈറ്റിലോ അല്ല ആപ്പിലോ എന്ത് ചെയ്യുന്നുള്ള കാര്യം മെറ്റയ്ക്ക് അറിയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മെറ്റ ട്രാക്ക് ചെയ്യത്തില്ല. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അത് പാസ് ചെയ്യില്ല. നിങ്ങൾ എന്താണ് അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ അത് മെറ്റയിലോട്ട് തന്നെ തിരിച്ച് പാസ് ചെയ്യത്തില്ല. അപ്പം ട്രാക്കിങ് അവിടെ നഷ്ടപ്പെടുകയാണ് മെയിൻ സംഭവം. അപ്പോൾ iOS നിന്ന് ആരെങ്കിലും കൺവേർട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. നിങ്ങളുടെ ഡാഷ്ബോർഡ് നോക്കുമ്പോൾ ലീഡ്സ് കുറവായിരിക്കും, അല്ലെങ്കിൽ സെയിൽസ് കുറവായിരിക്കും, അല്ലെങ്കിൽ അവരെ നിങ്ങൾക്ക് കയറി iOS ത്രൂ ഇതുപോലെ വെബ്സൈറ്റ്സിൽ ആപ്പിലുള്ള കയറുന്ന ആൾക്കാരെ നിങ്ങൾക്ക് റീടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഡേറ്റ കുറയാൻ തുടങ്ങി. iOS, അത് ആപ്പിൾ അല്ലെങ്കിൽ ഐഫോൺ യൂസ് ചെയ്യുന്നവരുടെ ഡേറ്റ, അതും iOS 14 അപ്ഡേറ്റ് ചെയ്തവരുടെ ഡേറ്റ മെറ്റയ്ക്ക് മിസ് ചെയ്യാൻ തുടങ്ങി. അപ്പം മെറ്റ ഡേറ്റ മിസ് ചെയ്ത് എന്ത് ചെയ്യും, നമുക്ക് അക്യുറേറ്റ് കിട്ടില്ല. കൺവേർഷൻ എത്ര കിട്ടി, അല്ലെങ്കിൽ സെയിൽസ് എത്ര കിട്ടി, ലീഡ്സ് എത്ര കിട്ടി എന്നുള്ള ഡേറ്റയൊക്കെ നമുക്ക് മിസ് ഔട്ടാണ്. അതാണ് മെയിൻ ഒരു സംഭവം ഈ ഒരു iOS 14 അപ്ഡേറ്റിൻ്റെ. മനസ്സിലായോ? നേരത്തെ ട്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, ഇപ്പോൾ ആ ട്രാക്കിംഗ് അത് യൂസറിന് തന്നെ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്, ട്രാക്ക് ചെയ്യണോ വേണ്ടയോ എന്ന്. മോസ്റ്റ് ഓഫ് ദം വേണ്ടെന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം
ഇത് ട്രാക്കിംഗ് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ നമുക്ക് സെയിൽസും കാര്യങ്ങളൊന്നും അറിയാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. അപ്പോൾ നമുക്കതെങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇത് എങ്ങനെയാണ് ട്രാക്കിംഗ് വർക്ക് ആവുന്നതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇതാണ്. ഓക്കെ, ഇതിൽ ഞാനിപ്പോൾ മൗണ്ടൻ ബൈക്സ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ സൈക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആഡ്സ് കാണിക്കും. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് കുഡ് ട്രാക്ക് ദിസ് ആക്ടിവിറ്റി അക്രോസ് ആപ്സ് വെബ്സൈറ്റ് യൂസിങ് ഡിവൈസ് കാൾഡ് IDFA, ഐഡൻറ്റിഫയർ ഫോർ അഡ്വർടൈസേഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഓരോ ID ഉണ്ടായിരിക്കും ഓരോ യൂസറിനും. ആ ID നമ്മൾ വേറെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, എന്താ പറയുക, വെബ്സൈറ്റ്സിലോ ആപ്പിലൊക്കെ പോകുമ്പോൾ ഈ ID വെച്ചിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇന്ന ആളാണ് അത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അത് നേരത്തെ മെറ്റയ്ക്ക് എന്ത് ചെയ്യും, ഈ iOS അപ്ഡേറ്റ് വരാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഗൂഗിളിൽ പോയി നോക്കുന്നതും അല്ലെങ്കിൽ വേറെ വെബ്സൈറ്റിലൊക്കെ നോക്കുന്നതും തിരിച്ച് ഇൻസ്റ്റാഗ്രാമിലോട്ട് വരുമ്പം എനിക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് ആഡൊക്കെ കാണിക്കുമായിരുന്നു. ഓക്കെ, ഈ iOS അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എന്തോ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ മൗണ്ടൻ സൈക്കിൾ ബൈക്സ് എന്ന് പറഞ്ഞ് ഗൂഗിൾ സെർച്ച് ചെയ്യുന്നു. ഇൻസ്റ്റാഗ്രാമിനകത്ത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നു. ചിലപ്പോൾ കാണിക്കാം, ചിലപ്പം കാണിക്കില്ല. ഞാൻ iOS യൂസറാണെങ്കിൽ കാണിക്കത്തില്ല. കണ്ടോ, ഫേസ്ബുക്ക് കാൺട്ട് ട്രാക്ക് ഹിം പ്രോപ്പർലി ബിക്കോസ് ഹീ സെറ്റ് ഡു നോട്ട് ട്രാക്ക്. ഞാൻ അത് ഓപ്ഷൻ നോന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണിക്കത്തില്ല, എസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കാണിക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ഡേറ്റ ഇല്ല. അപ്പം ആഡ്സ് എനിക്ക് എന്നെപ്പോലെ റിലവൻ്റ് ഉള്ള ആൾക്കാരിലേക്ക് അത് കാണിക്കത്തില്ല. കണ്ടില്ലേ, ഒരു സിനാരിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അല്ലേ. നേരത്തെ ബിഫോർ iOS 14 അപ്ഡേറ്റിന് മുന്നേ മെറ്റയ്ക്ക് ഓൾമോസ്റ്റ് എവറി ആക്ഷൻ യൂസർ എന്ത് ചെയ്യുന്നോ അത് എല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഏത് ആപ്പിൽ വിസിറ്റ് ചെയ്താലും ഏത് വെബ്സൈറ്റ്സിൽ വിസിറ്റ് ചെയ്താലും അത് ട്രാക്ക് ചെയ്യാൻ പറ്റും. പ്രൊവൈഡഡ് ആ വെബ്സൈറ്റ്സിലും ആപ്പിലൊക്കെ അതിൻ്റെ ഓണേഴ്സ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത ആൾ അല്ലെങ്കിൽ ആപ്പ് ക്രിയേറ്റ് ചെയ്ത ആൾ മെറ്റയുടെ പിക്സൽ അവിടെ കൊണ്ടിട്ടിട്ടുണ്ടായിരിക്കണം, ട്രാക്കിംഗ് കൊടുത്തിട്ടുണ്ടായിരിക്കും. മെറ്റ ട്രാക്ക് ചെയ്യാൻ പറ്റാത്തൊരു വെബ്സൈറ്റിനകത്ത് കയറി ഡീറ്റെയിൽസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഒരു വെബ്സൈറ്റിനോ ആപ്പിനോ വേണ്ടിയിട്ട് മെറ്റ ആഡ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പിക്സൽ കൊണ്ടിടത്തില്ലേ, മെറ്റയ്ക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെ അപ്പം എല്ലാം യൂസർ എവിടെ പോയാലും ഏത് വെബ്സൈറ്റിൽ പോയാലും ഏത് ആപ്പിൽ പോയാലും ട്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ റീടാർഗറ്റിംഗ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. കൺവേർഷൻ റിയൽ ടൈമിൽ, ഇപ്പം ഇന്നൊരാൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ന് തന്നെ കാണിക്കും, റിയൽ ടൈമായിട്ട് കാണിക്കും. പിന്നെ കസ്റ്റം ഓഡിയൻസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ആഡ് ടു കാർട്ട്, വ്യൂ കാർട്ട്, കോണ്ടൻറ്റ്, മനസ്സിലായില്ല, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. റിപ്പോർട്ടിംഗ് കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിരുന്നു ഈ ബിഫോർ iOS അപ്ഡേറ്റിന് മുന്നേ. ആഫ്റ്റർ വന്നതിന് ശേഷം ഐഫോൺ യൂസേഴ്സിൻ്റെ ട്രാക്കിംഗ് ഒക്കെ മറ്റേക്ക് ഫുള്ള് നഷ്ടപ്പെട്ടു. അപ്പോൾ റീടാർഗറ്റിംഗ് ഓഡിയൻസ് സൈസ് ഒന്ന് ചെറുതാകാൻ തുടങ്ങി. നേരത്തെ iOSൻ്റെ ഒക്കെ കയറി കിട്ടുമായിരുന്നു, ഇപ്പം കുറഞ്ഞു. ഇപ്പം iOS അല്ലെങ്കിൽ ഐഫോൺ യൂസേഴ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇന്ത്യയിൽ നോക്കിയാൽ തന്നെ കുറേ പേര് ഇപ്പം യൂസ് ചെയ്യാറ്. ഞാൻ തന്നെ നമ്മൾ ഇത് റിലേറ്റഡ് ആയിട്ട് ആരെ വിളിച്ചാലും ഫോൺ പോയില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ കോൾ ഈസ് ഫോർവേഡ് ടു വോയിസ് മെയിൽ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോഴേ മനസ്സിലാക്കാം അത് ഐഫോൺ യൂസേഴ്സാണ്. അത്ര കൂടുതലായിട്ടുണ്ട് EMI ഓപ്ഷൻസ് മറ്റേതൊക്കെ വന്ന്. അതൊരു നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഓഡിയൻസ് റീടാർഗറ്റിംഗ് സൈസൊക്കെ കുറഞ്ഞു. അപ്പോൾ പണ്ട് തൊട്ടേ ആഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും പണ്ടുള്ള സൈസും ഇപ്പോൾ ഉള്ളത് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ, കൺവേർഷൻ ഡിലേഡ് 72 മണിക്കൂർ. 72 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3 ദിവസം. അപ്പോൾ കൺവേർഷൻസ് 3 ദിവസം വരെ അത് എന്ത് ചെയ്യാൻ പറ്റും, ഡിലേറ്റ് കാണിക്കും. അപ്പോൾ നേരത്തെ ആണെങ്കിൽ ഇന്നൊരു കൺവേർഷൻ നടന്നു കഴിഞ്ഞാൽ ഇന്ന് തന്നെ അറിയാൻ പറ്റും. ഞാൻ പിറ്റേ ദിവസം വന്നിട്ട് യെസ്റ്റർഡേയ്സ് ഡേറ്റ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓക്കെ 10 പർച്ചേസ് അല്ലെങ്കിൽ 10 ലീഡ്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, 3 ദിവസം കഴിയണം. അപ്പോൾ നമ്മൾ വിചാരിക്കും 3 ദിവസമായിട്ട് ലീഡ്സ് ഒന്നുമില്ല, എന്തോ പ്രശ്നമാണ്. ഇപ്പം നമ്മൾ തന്നെ പല ക്ലയൻസിനൊക്കെ ചെയ്യുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോക്കുമ്പോൾ ഒരു ലീഡ്സും കാണില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ക്യാമ്പയിൻ എന്തോ പ്രശ്നമുള്ളത്, സ്റ്റോപ്പ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞിട്ട് രാത്രി പുതിയൊരു ആഡ് അല്ലെങ്കിൽ ഒരു പുതിയ ക്യാമ്പയിൻ ചെയ്യാൻ സമയത്ത് നോക്കുമ്പം ഒരു 10 ലീഡ്സ് ഒന്ന് നടക്കും. അത് ആ ഒരു ഡിലേ സംഭവിക്കും. 72 മണിക്കൂർ വരെ, 3 ദിവസം വേണമെന്നില്ല, എന്നാലും ഞാൻ പറഞ്ഞ പോലെ ഉടനെ കിട്ടത്തില്ല. ഇന്ന് ഇപ്പോൾ ഒരു ലീഡ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണിക്കണം ഉടനെ. പക്ഷേ ഇതുപോലെ ഡിലേസ് ഉണ്ടാവാം, മനസ്സിലായില്ല. അപ്പോൾ ആ ഡിലേ ഈ 14 വന്നതിന് ശേഷം ഒരു ഇതാണ്. പിന്നെ ഇതുപോലെ ഇവൻറ്റ്സ്, ആഡ് ടു കാർട്ട്, പർച്ചേസ്, അതൊക്കെ കുറച്ച് എല്ലാ ആക്യുറേറ്റ് ഡേറ്റാസ് കിട്ടുന്നതും കുറച്ചുണ്ട്. അതാണ് വ്യൂവർ പർച്ചേസ് ഇവൻറ്റ്സ് ഇൻ ആഡ്സ് മാനേജർ. നോക്കുമ്പോൾ പർച്ചേസ് വളരെ കുറവായിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നും. പിന്നെ ഒപ്റ്റിമൈസേഷൻ കുറച്ചുകൂടെ വീക്കായിട്ടുണ്ട്, കാരണം ഡേറ്റ ഇല്ലല്ലോ. ഇപ്പോൾ റിപ്പോർട്ടിങ്ങും ഇന്നാക്യുറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് ഇപ്പം നേരത്തെ ഒരു 100 പീപ്പിൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 95 തൊട്ട് 100 വരെ മെറ്റയ്ക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. 95% to 100% വരെ അക്യുറേസി ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ റോയാസ് ഒക്കെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരുന്നു. പക്ഷേ ഇതിന് ശേഷം കണ്ടില്ലേ, ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ട് 30 അല്ലെങ്കിൽ 40% ആൾക്കാരെ അത് അലോ ചെയ്യുന്നുള്ളൂ ഐഫോൺ യൂസേഴ്സിൽ. 30 to 40, 30 to 40%. 95 to 100 ഇരുന്നത് 30 to 40%. അപ്പോൾ ബാക്കി വിസിറ്റേഴ്സൊക്കെ മറ്റു നോക്കുമ്പോൾ വന്നിട്ടില്ല, ഇൻവിസിബിൾ എന്നുള്ള രീതിയിലേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു, റീടാർഗറ്റിംഗ് കുറച്ചുകൂടെ ചെറുതായി, ലുക്ക് ലൈക്ക് ഓഡിയൻസ് ഭയങ്കര വീക്കായി, ആഡ്സ് ഭയങ്കര എക്സ്പെൻസീവായി.
മനസ്സിലായി? 100 പേരെ കാണിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴും 100 പേരെ കാണിച്ചാലും നമുക്ക് നോക്കുമ്പോൾ 30 പേരെ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ കോസ്റ്റ് സ്പെൻഡ് ആവുന്നുണ്ട്. ഡേറ്റ കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആയി, കറക്റ്റായിട്ട് അക്യുറേറ്റും കാര്യങ്ങളൊന്നുമല്ല. ഇതാണ് ഒരു ഇഷ്യൂസൊക്കെ ഉള്ളത്. മനസ്സിലായില്ലേ? അതിൻ്റെ ഒരു സിമ്പിൾ ഒരു വ്യൂ ആയിട്ടാണ് ഒരു എന്താ പറയുക, ടേബിൾ ഓഫ് കോളം ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ട്രാക്കിംഗ് ഉണ്ട് 90 to 100 ആയിരുന്നു, 30 to 50. റീടാർഗറ്റിംഗ് സ്ട്രോങ് ആയിരുന്നു, ഇപ്പം കുറച്ച് വീക്കാണ്. ലുക്കിലേക്ക് സ്ട്രോങ് ആയിരുന്നു, ഇപ്പം അതും വീക്കായി. പിന്നെ ആട്രിബ്യൂഷൻ വിൻഡോ 28 days ആയിരുന്നു. അത് 28 ഒരാൾ ഇതിനകത്ത് കയറി 28 ദിവസത്തിനുള്ളിൽ പർച്ചേസ് ചെയ്താലും പണ്ട് കറക്റ്റായിട്ട് കാണിക്കുമായിരുന്നു. ഇപ്പം കുറവാണ്, ഇപ്പം 7 days ഒക്കെ ഉള്ളൂ. ഇപ്പം നോക്കിയാൽ മതി, നിങ്ങൾക്ക് 7 days അട്രിബ്യൂഷൻ വിൻഡോ ഉള്ളൂ. നേരത്തെ 28 days ഉണ്ടായിരുന്നു, ഇപ്പം 7 days ഉള്ളൂ. iOS അപ്ഡേറ്റിന് ശേഷമാണ്. ഇപ്പം നിങ്ങൾ ഗൂഗിളിൽ നിങ്ങൾ അട്രിബ്യൂഷൻ സെറ്റിങ്സിൻ്റെ വീഡിയോ നോക്കിയിട്ട് മനസ്സിലായിട്ടുണ്ടാകും. 7 day ക്ലിക്ക്, 1 day ക്ലിക്ക് എന്നുള്ള 2 ഓപ്ഷൻസേ ഉള്ളൂ. പിന്നെ 1 day വ്യൂ ഉണ്ട്. പണ്ടായിരുന്നെങ്കിൽ 28 days കൂടെ ഉണ്ടായിരുന്നു. iOS 14 അപ്ഡേറ്റിന് മുന്നേ ആണെങ്കിൽ 28 days, അതായത് ഒരാൾ പർച്ചേസ് ചെയ്ത് ഒരാൾ ആഡ് കണ്ട് 28 ദിവസത്തിനുള്ളിൽ എപ്പോഴും പർച്ചേസ് ചെയ്താലും കാണിക്കുമായിരുന്നു. ഇപ്പം ഇല്ല, മാക്സിമം 7 days ഉള്ളൂ. അങ്ങനെ റിപ്പോർട്ടിംഗ് റിയൽ ടൈം ആയിരുന്നു, ഇപ്പം ഡിലേ ആയിട്ടുണ്ട്. കോസ്റ്റ് പെർ റിസൾട്ട് നേരത്തെ കുറവായിരുന്നു, ഇപ്പം കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ റീസൺസ്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം. നിങ്ങൾ പുതിയൊരു വർക്ക് എടുക്കുമ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇഷ്യൂസ്. അപ്പോൾ നിങ്ങളല്ലാതെ നോക്കണം. നമ്മൾ ആഡ്സിൽ തരുന്ന റിപ്പോർട്ടിനെ മാത്രം വിശ്വസിച്ചിരിക്കരുത്. ആഡ്സ് കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ, കിട്ടിയിട്ടുള്ളൂ എന്ന് പറയരുത്. നിങ്ങളല്ലാതെ ബാക്കിൽ ചെക്ക് ചെയ്യുക. ആഡ്സ് ചെയ്തതിന് ശേഷം എന്തൊക്കെ ചേഞ്ചസ്, അല്ലാതെ ആൾക്കാർ എൻക്വയറീസ് വരുന്നുണ്ട് എന്നൊക്കെ നോക്കണം. മനസ്സിലായില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഈ iOS 14 ശേഷം മെറ്റ ആഡ്സ് പെട്ടെന്ന് പെർഫോമൻസ് കുറഞ്ഞത്? അതിൻ്റെ റീസൺസ്. മെറ്റ എങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആര് ക്ലിക്ക് ചെയ്തു, ആര് പർച്ചേസ് ചെയ്തു, ആര് കാർട്ടിലേക്ക് ആഡ് ചെയ്തു, ഇങ്ങനെ ഓരോ ഇവൻറ്റ്സ് വെച്ചിട്ടായിരുന്നു അത് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് പല ആൾക്കാരും അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരും ട്രാക്കിങ് അവസാനിപ്പിച്ചതോടെ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്തുകൊണ്ട് ഇതിന് കറക്റ്റായിട്ടുള്ള ഡേറ്റ അതിന് കിട്ടുന്നില്ല. ആര് ക്ലിക്ക് ചെയ്തു, ആര് പർച്ചേസ് ചെയ്തു, ആര് ആഡ് ടു കാർട്ട് അതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അത് പതുക്കെ അതിൻ്റെ ലേണിംഗ് കിട്ടുന്നത്, ഇൻപുട്സ് കിട്ടുന്നത് കുറഞ്ഞു. സ്വാഭാവികമായിട്ട് ഔട്ട്പുട്ടും കുറവായിരിക്കും. പിന്നെ നമുക്ക് ഇതെങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒരു സൊല്യൂഷൻ വേണ്ടേ? നമ്മളിങ്ങനെ ഇങ്ങനെ പ്രശ്നം വന്നു നമുക്ക് ക്ലയൻറ്റിനോട് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ സൊല്യൂഷൻ വേണം. അപ്പം അതിനാണ് നമ്മൾ മെറ്റ കൺവേർഷൻ API. നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുള്ളത് പിക്സലായിരിക്കും. പിക്സൽ യൂസ് ചെയ്തിട്ട് എങ്ങനെ പഠിക്കാമെന്ന്, എങ്ങനെ ട്രാക്ക് ചെയ്യാമെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ പിക്സൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റിൽ ഒരു കോഡ് കൊണ്ടുവിടുന്നതാണ്. അപ്പം നമ്മളെ ഈ ബ്രൗസറിൽ എങ്ങനെയാണ് ആൾക്കാർ ചിലപ്പോൾ ആഡ്സ് ഡിസേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ട്രാക്കിംഗ് ഒന്ന് ഡിസേബിൾ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അവർക്കൊന്നും ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. വെബ്സൈറ്റിലാണ് നമ്മൾ കോഡ് കൊണ്ടുവിടുന്നതെങ്കിൽ. നേരെ മറിച്ച് വെബ്സൈറ്റിൻ്റെ ഒരു സെർവർ ഉണ്ടായിരിക്കുമല്ലോ, AWS ഗൂഗിൾ ക്ലൗഡോ അങ്ങനെ ഒരു സെർവർ ഉണ്ടായിരിക്കും. സെർവറിനകത്താണ് നമ്മൾ കോഡ് കൊണ്ടുവിടുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അവർ ഡിസേബിൾ ചെയ്തിരുന്നാൽ പോലും മെറ്റയ്ക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. പിക്സൽ എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിനകത്ത് കൊണ്ടുവിടുന്നതാണ് കോഡ്. ഈ കൺവേർഷൻ API എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ഒരു സെർവർ ഉണ്ടായിരിക്കും. AWSലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഗോഡാഡിയിലോ അങ്ങനെ സെർവർ ഉണ്ടായിരിക്കും. അതിനകത്ത് നമ്മൾ കൊണ്ടുപോയി കോഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഡേറ്റ ഒന്നും മിസ്സാവത്തില്ല. അതുകൊണ്ടാണ് ഈ കൺവേർഷൻ API. അത് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കൺവേർഷൻ APIക്ക് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ സെർവർ സൈഡിൽ നമ്മൾ ഡയറക്റ്റ്ലി പിക്സൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറച്ചുകൂടെ ഈ പറഞ്ഞ ലോസ്റ്റ് ആവുന്ന കൺവേർഷൻസൊക്കെ അതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ റീടാർഗറ്റിങ്ങും ഇമ്പ്രൂവ് ആവും, റിപ്പോർട്ടിങ് എല്ലാം ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഡേറ്റ ലോസ്, ഈ 14 അപ്ഡേറ്റിൽ വന്ന ഡേറ്റ ലോസ് കൊണ്ട് നമുക്കത് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒരു പരിധി വരെ നമുക്കത് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് മറ്റേത് ഡൊമൈൻ വെരിഫൈ ഉണ്ടെങ്കിൽ നമുക്ക് ഡൊമൈൻ വെരിഫൈ ചെയ്യാൻ പറ്റും. അവിടെ ആഡ്സ് മാനേജർ നോക്കി കഴിഞ്ഞാൽ ഡൊമൈൻ വെരിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ വെരിഫൈ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ഇവൻറ്റ്സിനെ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. ഏത് ഇവൻറ്റ്സാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? നമുക്ക് കുറേ ഇവൻറ്റ്സ് അതിനകത്ത് ട്രാക്ക് ചെയ്യാൻ പറ്റുമല്ലേ, ആര് ക്ലിക്ക് ചെയ്തു, ആര് ആഡ് ടു കാർട്ട് ചെയ്തു, അതൊക്കെ നിങ്ങൾക്ക് പ്രയോറിറ്റി അനുസരിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ പർച്ചേസാണ് നമ്മുടെ ഒരു ഇ-കൊമേഴ്സ് സൈറ്റ് എന്ന് പറഞ്ഞാൽ പർച്ചേസാണ് ഏറ്റവും പ്രയോറിറ്റി. പിന്നെ ഇനിഷ്യേറ്റ് ചെക്കൗട്ട്, താഴെ തുടങ്ങില്ലേ ആഡ് ടു കാർട്ട്, വ്യൂ കോണ്ടന്റ്, ലീഡ്, ഇത് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് UTM, GA4. അത് നിങ്ങൾ ഈ GA4 എന്ന ക്ലാസ്സൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതായത് GTM യൂസ് ചെയ്തും ഗൂഗിൾ അനലിറ്റിക്സ് 4 യൂസ് ചെയ്തൊക്കെ നിങ്ങൾക്ക് അവിടെ ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അത് നമുക്ക് ആ ക്ലാസ്സസിൽ നോക്കാം. ഇപ്പം കൂടുതൽ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കണം. നിങ്ങൾ മെയിനായിട്ട് ഇത് നോക്കിയാൽ മതി. ഈ സെർവർ സൈഡ് ഏറ്റവും, ഇപ്പം നിങ്ങളിതൊരാൾ ചോദിക്കുകയാണ് ഈ iOS 14 എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ആൻസർ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു അക്യുറേറ്റ് ആൻസർ എന്നുള്ളത് ഇതാണ്: മെറ്റ കൺവേർഷൻ API.
മെറ്റ കൺവേർഷൻ API ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. എങ്കിൽ സെർവർ സൈഡിലായിരിക്കും നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡേറ്റ ഒക്കെ നമുക്ക് കിട്ടുമെന്ന് നിങ്ങൾ പറയണം. അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ മെറ്റ കൺവേർഷൻ API അല്ലെങ്കിൽ കാപ്പി എന്ന് പറഞ്ഞ സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യണം, പിക്സൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട ഉത്തരം അതാണ്. പിക്സൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ iOS 14 ശേഷം വന്നുള്ള അപ്ഡേറ്റ് പ്രകാരം നമുക്ക് ഐഫോൺ യൂസേഴ്സിനൊന്നും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. കൺവേർഷൻ API കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഏറ്റവും ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ക്രിയേറ്റീവ്, നമുക്ക് ഈ ഒപ്റ്റിമൈസേഷനൊക്കെ ചാൻസസ് കുറഞ്ഞു. ഡേറ്റ കിട്ടിയാലേ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡേറ്റ കിട്ടുന്നത് കുറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റീവ്സിൽ നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം. മനസ്സിലായില്ലേ? നല്ല സ്ട്രോങ് ഹൂക്സ് കൊടുക്കണം. കറക്റ്റായിട്ട് എന്താണ് ഒരു യൂസറിന് ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കൊണ്ട് ബെനിഫിറ്റ് ആവാൻ പോകുന്ന കാര്യങ്ങൾ അത് കൊടുക്കണം. പിന്നെ ഫോർമാറ്റ്സ്, കറോസൽസ്, 1:1, 1:1, 9:6 എന്ന് വെച്ചാൽ റീൽസിൻ്റെ അല്ലെങ്കിൽ സ്റ്റോറി സൈസ്, ആ ഫോർമാറ്റ്സ് ഒക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ നേറ്റീവ് ലുക്കിംഗ് കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ക്രിയേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ ആഡ് പോലെ തോന്നരുത്. ചിലർ കണ്ടില്ലേ, ചിലപ്പോൾ ഒരു സെൽഫി വീഡിയോ എടുത്തിട്ടായിരിക്കും ഒരു റീല് ചെയ്യുന്നത്. പോസ്റ്റേഴ്സൊക്കെ വെരി മിനിമൽ ഡിസൈൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പറിൽ എഴുതിയതൊക്കെ ആയിരിക്കും അവർ ആഡായിട്ടൊക്കെ കാണിക്കുന്നത്. അങ്ങനെ നേറ്റീവ് ആഡായിട്ട് തോന്നരുത്. അപ്പോൾ കുറച്ചുകൂടെ ആൾക്കാർ നമ്മൾ ആഡ്സൊക്കെ കണ്ടിരിക്കുന്ന ആൾക്കാരിലേക്ക് പെട്ടെന്ന് ഇത് വരുമ്പോൾ എന്ത് ചെയ്യും, അവരൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഓക്കെ നോക്കാം, ക്ലിക്ക് ചെയ്യാനുള്ളതും എന്താണെന്ന് അറിയാനുള്ളതും, അല്ലെങ്കിൽ അവർക്കൊരു ആഡ് പോലെ ഫീൽ ചെയ്യില്ല, കുറച്ചുകൂടെ ഓർഗാനിക് കോണ്ടന്റ് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അവർ കുറച്ചുകൂടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ക്രിയേറ്റീവ് പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണം. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിയേറ്റീവിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. അത് നിങ്ങൾക്കൊരു സൊല്യൂഷനായിട്ട് പറയാം. ഒന്നാമത്തെ സൊല്യൂഷൻ മെറ്റ കൺവേർഷൻ API ചെയ്യുക. രണ്ടാമത്തെ സൊല്യൂഷൻ നിങ്ങൾ ഈ ഒപ്റ്റിമൈസേഷൻ ഇതിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ക്രിയേറ്റീവിൽ സ്പെൻഡ് ചെയ്യുക. വീഡിയോസ് ആണെങ്കിലും പോസ്റ്റേഴ്സ് ആണെങ്കിലും അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുക. എല്ലാ ഫോർമാറ്റ്സിലുള്ള പോസ്റ്റേഴ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ആണെങ്കിലും പോസ്റ്റേഴ്സ് ആണെങ്കിലും. ഓക്കെ, പിന്നെ വന്നിട്ട് എന്ത് വെച്ച് കഴിഞ്ഞാൽ മെറ്റയുടെ ഓൺ സിഗ്നൽസ്, അതായത് നമ്മളിപ്പം കസ്റ്റം ഓഡിയൻസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് 2 സോഴ്സസ് പഠിച്ചു. ഒന്ന് നമ്മുടെ സോഴ്സസ് ആണ്, വെബ്സൈറ്റ്, കാറ്റലോഗ്, കസ്റ്റമർ ലിസ്റ്റ്, ഓഫ്ലൈൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിസ്റ്റാണ്. രണ്ടാമത്തെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെറ്റയുടെ സോഴ്സസ്, അതായത് ഇൻസ്റ്റാഗ്രാം വിസിറ്റ് ചെയ്ത ആൾക്കാർ, ഫേസ്ബുക്ക് വിസിറ്റ് ചെയ്ത ആൾക്കാർ, പിന്നെ വീഡിയോ കണ്ട ആൾക്കാർ, ലീഡ് ഫോം ഫില്ല് ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ ലീഡ് ഫോം ഓപ്പൺ ചെയ്ത ആൾക്കാർ, അങ്ങനത്തെ കുറച്ച് ലിസ്റ്റ്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പം മെറ്റയുടെ ഓൺ സിഗ്നൽസ് നോക്കുക. അപ്പോൾ മെറ്റയുടെ ഓൺ സിഗ്നൽസിനെ ട്രാക്ക് ചെയ്യാൻ മെറ്റയ്ക്ക് വേറെ ആളുടെ ആവശ്യമില്ലല്ലോ. അതുപോലെ മറ്റേ എന്താ പറയുക, CDMUസിൽ പറയുമല്ലോ, എൻ്റെ സ്വന്തം വണ്ടി തള്ളാൻ എനിക്ക് വേറെ ഒരാളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ മെറ്റ പറയുകയാണ്. മെറ്റയുടെ ഓൺ സോഴ്സ് ആണല്ലോ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമോ. അപ്പോൾ അതിനൊന്നും പിക്സലിൻ്റെ ട്രാക്കിംഗ് കോഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെക്ക് ചെയ്യാം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം, ഞാൻ റീസെൻ്റായിട്ട് നമ്മളൊരു ക്ലയൻറ്റ് ഒരു ക്യാമ്പയിൻ ചെയ്ത സമയത്ത് അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഒരു 900K ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെ ഒരു കസ്റ്റമർ ലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി അതിലൊരു സെയിൽസ് ക്യാമ്പയിൻ ചെയ്തു. അപ്പം നല്ല റിസൾട്ട്സ് ആണ്. കാരണം ഈ ഒരു പേജ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ അത്യാവശ്യം ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ അതിന് നല്ല റിസൾട്ട്സ് കിട്ടി, നല്ല സെയിൽസ് കിട്ടി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഫേസ്ബുക്ക് പേജ് വിസിറ്റ് ചെയ്ത ആൾക്കാർ, ഇൻസ്റ്റാഗ്രാം പേജ് വിസിറ്റ് ചെയ്ത ആൾക്കാർ, നിങ്ങളുടെ വീഡിയോ വ്യൂ ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ മൊത്തം പേജൊക്കെ എൻഗേജ് ചെയ്ത ആൾക്കാർ, അതൊക്കെ ചെയ്യാം. അതൊക്കെ ഒന്നുമില്ല ഈ 14 കൊണ്ട് അപ്ഡേറ്റ് ആവുന്നില്ല. നമ്മുടെ ഓൺ സോഴ്സ്, വെബ്സൈറ്റ്, ഞാൻ പറയുന്ന ആപ്പ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ iOS 14 കൊണ്ട് പ്രശ്നമായത്. മെറ്റയുടെ സോഴ്സ് കൊണ്ട് യാതൊരു പ്രശ്നമില്ല. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. ഇതുണ്ട് മൂന്നാമത്തെ സൊല്യൂഷനാണ്. റീടാർഗറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് അങ്ങനെ റീടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ സൊല്യൂഷൻ കിട്ടാം. പിന്നെ ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് അഡ്വാൻറ്റേജ് പ്ലസ് ഷോപ്പിംഗ് ക്യാമ്പയിൻ, നമ്മുടെ കാറ്റലോഗ് ആഡ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ബ്രോഡർ ആക്കുക. നമ്മൾ ഇതൊന്നും കൊടുക്കാണ്ട് എല്ലാത്തിലും അഡ്വാൻറ്റേജ് പ്ലേസ്മെൻറ്റ്സ് ആണെങ്കിലും അഡ്വാൻറ്റേജ് ഓഡിയൻസ് ആണെങ്കിലും നമ്മൾ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ഒന്നും കൊടുക്കാണ്ട് അഡ്വാൻറ്റേജ് ഓഡിയൻസ്, അഡ്വാൻറ്റേജ് ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യാതെ മെറ്റയ്ക്ക് കൊടുക്കുക. മെറ്റ ഒപ്റ്റിമൈസ് ചെയ്തോ, പക്ഷേ ക്രിയേറ്റീവ് കറക്റ്റ് ആയിരിക്കണം, ക്രിയേറ്റീവ് ബെറ്റർ ആയിരിക്കണം. അല്ലെങ്കിൽ മെറ്റയുടെ തന്നെ ഓട്ടോമാറ്റിക്കലുള്ള ഇതൊരു അഡ്വാൻറ്റേജ് പ്ലസ് ക്യാമ്പയിൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ട്സ് കിട്ടുമെന്നാണ് ഈ പറയുന്നത്. ഓക്കെ, സോ ഇതാണ് മെയിനായിട്ടുള്ളത്. സമ്മറി എന്ന് പറഞ്ഞാൽ മെറ്റയ്ക്ക് ഐഫോൺ യൂസേഴ്സിനെ ട്രാക്ക് ചെയ്യുന്നത് റിഡ്യൂസ് ആയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ടും പോയിട്ടുണ്ടെന്നല്ല, കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റീടാർഗറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ഒപ്റ്റിമൈസേഷൻ, ഓഡിയൻ ക്വാളിറ്റി ഒക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫിക്സ് ചെയ്യണമെങ്കിൽ കാപ്പി കൺവേർഷൻ API യൂസ് ചെയ്യണം, UTM യൂസ് ചെയ്യാം, ഡൊമൈൻ വെരിഫിക്കേഷൻ, സ്ട്രോങ്ങർ ക്രിയേറ്റീവ്, പിന്നെ ബ്രോഡർ ടാർഗറ്റിംഗ്, നേരമല്ല ബ്രോഡർ ടാർഗറ്റ്. ഇതൊക്കെയാണ് എൻ്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. കാരണം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഓരോ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വേണം നിങ്ങൾ അത് ആഡ്സിൽ വർക്ക് ചെയ്യുക, എങ്കിലേ നിങ്ങൾക്ക് റിസൾട്ട്സ് കിട്ടും.
ഓക്കെ, താങ്ക് യു.